ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എഫേസ്യ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. അതിനകത്ത് 15, 16 വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. ഇന്ന് രാത്രിയും നമ്മൾ ആ വാക്യങ്ങളിൽ തന്നെ നിന്ന് 1-2 ചിന്തകൾ കൂടെ പങ്കുവച്ചതിന് ശേഷം മുൻപോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15, 16 വാക്യങ്ങൾ ഞാനൊരിക്കൽ കൂടെ വായിക്കാം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗം താഴേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് ആ എഫെസോസിലുള്ള ദൈവമക്കളെ ഓർത്ത് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ 2 വസ്തുതകൾ അവരെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ട് ഉള്ളതായിട്ട് താനോട് പറയുന്നുണ്ട്. ഒന്ന്, അവർക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസം. 2, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. ഈ 2 ഭാഗവും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. നമ്മൾ പറഞ്ഞു, സ്നേഹിക്കുക എന്നുള്ളത് ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ മറ്റൊരു ചിന്ത കൂടെ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗം പൂർണ്ണമായി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ലേഖനം, എഫേസ് ലേഖനം എഴുതുന്നത് ഏകദേശം AD 62 ആ ഒരു കാലഘട്ടത്തിലാണ് എഫേസ് ലേഖനം എഴുതുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അന്ന് ഈ AD 62 ഈ എഫേസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എന്നാൽ ഏകദേശം 35ഓളം വർഷങ്ങൾക്ക് ശേഷം, ഈ ലേഖനം എഴുതിയ ഏകദേശം 35ഓളം വർഷങ്ങൾക്ക് ശേഷം അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുന്ന സമയത്ത് ദൈവം തനിക്ക് വെളിപ്പാട് കൊടുക്കുന്നതായിട്ട്, റെവലേഷൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 2, 3 അധ്യായങ്ങൾ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് പുനരുത്ഥാനം ചെയ്ത കർത്താവ് തൻ്റെ സന്ദേശം അയക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7 വരെയുള്ള വാക്യങ്ങൾ എഫെസോസിലെ സഭയ്ക്കുള്ള ദൂതാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എഫേസ് ലേഖനം പൗലോസ് ആർക്കു വേണ്ടി എഴുതിയോ ആ എഫെസോസിലെ സഭയ്ക്ക്, ഏത് സഭയിലെ വിശ്വാസികളുടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്താണോ 35ഓളം വർഷങ്ങൾക്ക് മുൻപ് അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം ചെയ്തത്, അതേ വിശ്വാസികൾക്ക് 35 വർഷം കഴിഞ്ഞ് കർത്താവ് തൻ്റെ അപ്പോസ്തലനായ യോഹന്നാനിലൂടെ താൻ ഒരു സന്ദേശം കൈമാറുമ്പോൾ ആ സഭയെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4, 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന്
നീക്കിക്കളയുകയും ചെയ്യും. അപ്പം ഇവിടെ 35 വർഷങ്ങൾക്ക് മുൻപ് സ്നേഹത്തിൽ നിലനിന്നിരുന്ന അപ്പോസ്തലനായ പൗലോസ് ആ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള 2 കാരണങ്ങളിൽ ഒന്ന് അവിടെ സ്നേഹം എന്നെടുത്തു പറഞ്ഞിരിക്കുമ്പോൾ 35 വർഷങ്ങളോളം കഴിഞ്ഞ് കർത്താവ് ആ സഭയെ നോക്കുമ്പോൾ കാണുന്നത് അവരുടെ സ്നേഹം അവർ വിട്ടുകളഞ്ഞു എന്ന് കർത്താവ് കാണുകയാണ്. അതിൻ്റെ 1 മുതൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ ആ സഭയുടെ പല നല്ല ഗുണങ്ങളും എടുത്തു പറഞ്ഞ് അവരെ പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ ആ നല്ല ഗുണങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു സഭ എന്നുള്ള നിലയിൽ ആ നല്ല ഗുണങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് അവരെ പ്രശംസിക്കുമ്പോൾ തന്നെ കർത്താവരോട് പറയുകയാണ്, എങ്കിലും ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഒരു കുറ്റം. അതിൻ്റെ മുകളിൽ എത്ര നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിൻ്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്, അപ്പോസ്തലന്മാരില്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് നീ കണ്ടെത്തിയത്, സഹിഷ്ണുതയുള്ളത്, നീ എൻ്റെ നാമനിമിത്തം സഹിച്ചതും തളർന്നു പോകാതിരുന്നതും. ഇങ്ങനെ ഏകദേശം 7 കൂട്ടം നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറയുക, ഈ 7 കൂട്ടം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഒന്നേ ഉള്ളൂ. കുറ്റം കൂടുതലൊന്നുമില്ല, ഒന്നേ ഉള്ളൂ. എന്താണ്? നിൻ്റെ ആദ്യ സ്നേഹം. 35 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ കമൻ്റ് ചെയ്ത ആ സ്നേഹം, അത് നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നോക്കിക്കേ, ഇന്നത്തെയും പല സഭകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. സഭയുടെ ആരംഭകാലത്തിൽ പരസ്പര സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ മുൻപോട്ട് പോകുമ്പോൾ, വർഷങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ, ഇതുപോലെ ഒരു 30-35 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് പലപ്പോഴും സ്നേഹമൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് സഭ എത്തിപ്പെടാറുണ്ട്. എഫേസോസിൽ അതാ സംഭവിച്ചത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാണ്ടെന്ന് പറഞ്ഞിട്ട് 5-ാം വാക്യത്തിൽ പറയുക, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പം എവിടുന്നാണോ നീ വീണത് അവിടുന്ന് നീ മാനസാന്തരപ്പെട്ട് ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. മടങ്ങി വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നു, നിൻ്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്തുനിന്ന് ഞാൻ നീക്കും. എന്താ നിലവിളക്ക് എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ വാചകം 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പം നിലവിളക്ക് സഭയാണ്. സ്നേഹം നഷ്ടപ്പെട്ട എഫെസോസിലെ സഭയോട് കർത്താവ് പറയുക, നീ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ നിലവിളക്ക്, അതായത് ആ സഭയെ നീക്കിക്കളയുമെന്ന്. സ്നേഹമില്ലാത്ത സഭ കർത്താവിന് വേണ്ടെന്നുള്ളതാണ്. കാരണം ആ സഭയ്ക്ക് കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുത്താനായിട്ട് കഴിയുന്നില്ലെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് സഭയെ ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ആ കർത്താവിൻ്റെ സ്നേഹം അവർ വെളിപ്പെടുത്തണമെന്നുള്ളതാണ്. അത് നടക്കുന്നില്ലെങ്കിൽ കർത്താവിന് ആ സഭയെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ 35 വർഷം കഴിഞ്ഞപ്പോഴേക്ക് കർത്താവിന് വേണ്ടാത്ത ഒരു സഭയായിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കർത്താവിന് ഇനിയും അവരെ വേണ്ടെന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സഭ മാറി എന്നുള്ളതാണ്. നോക്കൂ, ഒരു സഭയെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ സ്നേഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ചില വാക്യങ്ങളോട് നമുക്ക് അതോടുള്ള ബന്ധത്തിലൊന്ന് നോക്കണം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അതിനകത്തുനിന്ന് ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കണം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നോളം ഇരുട്ടിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുക, ഞാൻ വെളിച്ചത്തിലാണ് ഇരിക്കുന്നത്, അല്ലേ? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്,
ആ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിലേക്ക് ഞാൻ വന്നു എന്ന് പറയുകയും അങ്ങനെ പറയുകയും സഹോദരനെ പകയ്ക്കുന്നവൻ അല്ലെങ്കിൽ സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അവൻ ഇപ്പോഴും എവിടെ തന്നെയാണ് ഇരിക്കുന്നത്? അവൻ ഇരുട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇന്നുവരെ. എന്ന് വെച്ചാൽ അവൻ വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല. വെളിച്ചത്തിലേക്ക് അവൻ വന്നാൽ സ്വാഭാവികമായിട്ടും അവൻ സഹോദരനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. തിരിഞ്ഞു പോകരുത്. സഹോദരനെ സ്നേഹിച്ചത് കൊണ്ടല്ല അവൻ വെളിച്ചത്തിലേക്ക് വന്നത്. പക്ഷെ അവൻ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ സഹോദരനെ സ്നേഹിക്കും. അവൻ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ഇന്നുവരെ വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല. സഭയിലേക്ക് വന്നു, പക്ഷെ വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല. ഞായറാഴ്ച സഭായോഗത്തിന് വരുന്നുണ്ട്, കോട്ടേജ് മീറ്റിങ്ങിന് വരുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, മാസയോഗത്തിന് വരുന്നുണ്ട്, എല്ലാ മീറ്റിങ്ങിനും വരുന്നുണ്ട്. പക്ഷെ വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല. അവൻ വെളിച്ചത്തിലേക്ക് വന്നെന്ന് പറയുന്നുണ്ട്. ചിലപ്പം മറ്റുള്ളവരും അവനെക്കുറിച്ച് പറയുന്നുണ്ടാകും, ഭയങ്കര ആത്മീകനാ, എല്ലാ മീറ്റിങ്ങിനും വരുന്നു, PUAPക്ക് പാട്ട് പാടുന്നു, താലന്ത് പരിശോധനയ്ക്ക് വാക്യ മത്സരത്തിനൊക്കെ ഫസ്റ്റ് കിട്ടുന്നു, ബൈബിൾ ക്വിസിന് ഫസ്റ്റ് കിട്ടുന്നു. എല്ലാവരും പറയും ഇവൻ ഭയങ്കര ആത്മീകന, ഇവൻ വെളിച്ചത്തിലാന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെ പറയുന്നു എന്നല്ലാതെ അവൻ വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അവൻ ഇപ്പോഴും ഇരുട്ടിലായിരിക്കുന്നത്. നോക്കിക്കേ, സഹോദരനെ സ്നേഹിക്കാത്തവൻ, സഹോദരനെ പകയ്ക്കുന്നവൻ ഇന്നുവരെ ഇരുട്ടിൽ ഇരിക്കുന്നു എന്ന് പറയാം. ഇനി അതേ അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്നവൻ അറിയുന്നില്ല. എവിടേക്കാ പോകുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി വിചാരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ പുറകെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പക്ഷേ പുള്ളിക്കറിയില്ല അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. കാരണം അദ്ദേഹം ഇപ്പോഴും ഇരുട്ടിലായിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ സഭയിൽ പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ വെളിച്ചത്തിലായിട്ടുണ്ടോ? എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാമോ? സഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ ഇരുട്ടിലാണ് ഇരിക്കുന്നത്. താൻ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. അവൻ വിചാരിക്കുന്നത് അവൻ എങ്ങോട്ടോ പോകുന്നെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. കാരണം അവൻ ഇപ്പോഴും ഇരുട്ടിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ എവിടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, എവിടെ പോകണമെന്ന് ചിന്തിക്കുന്നു, എവിടെ പോകുന്നു എന്നവൻ വിചാരിക്കുന്നു, അവിടേക്കല്ല അവൻ പോകുന്നത്. അവൻ മറ്റൊരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവൻ വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും അവൻ ഇരുട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി അതേ ലേഖനത്തിൻ്റെ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അപ്പം ദൈവത്തിൻ്റെ മകനാണോ പിശാചിൻ്റെ മകനാണോ എന്ന് ഒരാളെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? സഭയിലേക്ക് വരുന്നത് കൊണ്ടല്ല, അന്യഭാഷ പറയുന്നത് കൊണ്ടല്ല, പ്രവചിക്കുന്നത് കൊണ്ടല്ല, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗം സൗഖ്യമാകുന്നത് കൊണ്ടല്ല, കൈ വീശുമ്പം ഭയങ്കര ഉണർവ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് കൊണ്ടല്ല. നോ, അതുകൊണ്ടൊന്നുമല്ല. ഒരുവൻ ദൈവത്തിൻ്റെ മക്കളാണോ, മകനാണോ, പിശാചിൻ്റെ മകനാണോ എന്ന് തിരിച്ചറിയുന്നത് നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അവൻ ദൈവത്തിൻ്റെ മക്കളല്ല, മകനല്ല, പിന്നെ പിശാചിൻ്റെ മകനാ. ഞാൻ ദൈവവൈതലായി എന്നൊക്കെ വെറുതെ പറയുന്നതാ. ആയിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ അവൻ സഹോദരനെ സ്നേഹിച്ചിരിക്കും. ഒരു വ്യത്യാസമില്ല.
സഹോദരനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല അവൻ ദൈവത്തിൻ്റെ മകനായത്. പക്ഷെ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ അവൻ സഹോദരനെ സ്നേഹിച്ചിരിക്കും. സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ദൈവത്തിൻ്റെ മകനായിട്ടില്ലെന്ന്. ഇനി അതിൻ്റെ തന്നെ ആ 3-ാം അധ്യായത്തിൻ്റെ തന്നെ 14-15 വാക്യങ്ങൾ. 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. മരണം മാറി ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഞാൻ സഹോദരന്മാരെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ നീ മരണം വിട്ട് ജീവനിൽ കടന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ ഇപ്പോഴും നീ കടന്നിട്ടില്ല, ഇപ്പോഴും മരണത്തിൽ വസിക്കുകയാണ്. ജീവനിലേക്ക് വന്നിട്ടില്ല. സഭയിലേക്ക് വന്നു, ദാറ്റ് ഈസ് ട്രൂ. സ്നാനപ്പെട്ടു, സഭയിൽ വന്നു, എല്ലാം ചെയ്തു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവനിലേക്ക് വന്നിട്ടില്ല. ജീവനിലേക്ക് വന്നെങ്കിൽ നീ സഹോദരന്മാരെ സ്നേഹിക്കാനായിട്ട് ആരംഭിക്കും. 15-ാം വാക്യം: സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യോഹന്നാനോട് പറയുക, സഹോദരനെ പകയ്ക്കുന്നവൻ എന്ന് വെച്ചാൽ സഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ കൊലപാതകനാണ്. എന്നിട്ട് പറയുക, ഒരു കൊലപാതകനും എന്തില്ല? നിത്യജീവനില്ല. അപ്പം നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കെങ്ങനെ അറിയാം? സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല നിത്യജീവൻ ലഭിക്കുന്നത്. നിത്യജീവൻ ലഭിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ നിത്യജീവൻ എനിക്ക് ലഭിച്ചെങ്കിൽ, ഞാൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നെങ്കിൽ, ഞാൻ സഹോദരനെ സ്നേഹിക്കാനായിട്ട് ആരംഭിക്കും. ഈ ഒരു മാറ്റം അത് നിർണായകമാണ്. വേറൊരു മാറ്റവും സംഭവിച്ചില്ലെങ്കിലും ഈ ഒരു മാറ്റം സംഭവിക്കണം. അത് നിർബന്ധമാണത്. അതിനകത്ത് ചോയ്സില്ല, ഓപ്ഷനില്ല. കാരണം ഞാൻ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ മകനായെങ്കിൽ, ഞാൻ മരണം വിട്ട് നിത്യജീവനിലേക്ക് കടന്നെങ്കിൽ, ഈ ഒരു മാറ്റം ഇറ്റ് ഈസ് എ മസ്റ്റ്. അത് നിർബന്ധം. ആ നിർബന്ധം. സഹോദരനെ സ്നേഹിക്കാത്തവൻ എന്താണ്, പേര് വിളിക്കുന്ന നേരം കാണും എൻ പേരെന്നൊക്കെ പാടാമെന്നല്ലാതെ പേര് വിളിക്കുന്ന നേരത്ത് മക്കളെ അവിടെ 7 അയലത്ത് കാണാനായിട്ട് പറ്റുകയില്ല. കാരണം അവനിൽ നിത്യജീവനില്ല. അപ്പം സഭയിൽ വരുന്നതല്ല കാര്യം. സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹമുണ്ടോ? ഇനി അതേ യോഹന്നാൻ ലേഖനം 4-ാം അധ്യായത്തിലെ 2 വാക്യങ്ങളൂടെ നമുക്കൊന്ന് വായിക്കണം. അതിൻ്റെ 8-ാം വാക്യം, 1 യോഹന്നാൻ 4:8 എന്താ പറയുന്നത്? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടേ ഇല്ലെന്ന്. നമ്മളൊക്കെ ദൈവത്തെ അറിഞ്ഞെന്നും പറഞ്ഞ് നടക്കുക. നമ്മളൊക്കെ ദൈവത്തെ അറിഞ്ഞെന്നും ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കാനുള്ള ആ ഭയങ്കര ഉത്സാഹത്തിൽ നടക്കുക. പക്ഷേ വേദപുസ്തകം പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവൻ ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും അവൻ അറിയാമായിരിക്കും, പക്ഷെ ദൈവത്തെ അവൻ അറിയത്തില്ല. ദൈവത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് പല വഴികളുണ്ട്. അതുകൊട്ടെ ദൈവത്തെക്കുറിച്ച് അവന് വാചാലമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ദൈവത്തെ അവൻ അറിയില്ല. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവമായിട്ട് അവനില്ലെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെയാണെങ്കിൽ, അവൻ സ്നേഹിക്കാത്തവനാണെങ്കിൽ.
സഭയിൽ വരും, പ്രാർത്ഥിക്കും, പാട്ടുപാടും, അന്യഭാഷ പറയും, അതെല്ലാം ചെയ്യും. പക്ഷേ ദൈവത്തെ പേഴ്സണലായിട്ട് അവൻ അറിയത്തില്ല. അറിഞ്ഞാൽ അവന് സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. അതാ പഴയൊരു പാട്ട് പാടിയത്, സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ എന്ന് പഴയൊരു ഭക്തൻ പാടിയത് അതാ. കാരണം ദൈവം സ്നേഹമാണ്. ആ സ്നേഹമാകുന്ന ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്നേഹിച്ചിരിക്കും. അപ്പോൾ സ്നേഹിക്കാത്തവൻ അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇനി 4-ാം അധ്യായത്തിൻ്റെ തന്നെ 20-ാം വാക്യം അവിടെ പറയുക, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. പറയുക, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ഒരുത്തൻ പറയുക, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുക, പക്ഷേ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ്റെ പേര് കള്ളനെന്ന. കള്ളൻ അത് പാസ്റ്ററായിരിക്കാം, സെൻട്രൽ പാസ്റ്ററായിരിക്കാം, അച്ഛനായിരിക്കാം, ബിഷപ്പായിരിക്കാം, കർദിനാളായിരിക്കാം, മാർപ്പാപ്പയായിരിക്കാം, അല്ലെങ്കിൽ ജനറൽ പ്രസിഡൻറ്റോ ഓവർസിയർ സൂപ്രണ്ടോ ആരുമായിരിക്കാം. സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ്റെ പേര് കള്ളനെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാ. ദൈവവചനത്തെ പറയുന്നതാ ഞാൻ പറഞ്ഞത്. എനിക്കതിനെ തീരെ പേടിയില്ല. ഞാൻ ആരെ പേടിക്കാനാ? ദൈവവചനമാണ് പറയുന്നത്. പൊസിഷനൊക്കെ കാണും, കസേരയൊക്കെ കാണും, പക്ഷേ ആ കസേരയിൽ ഇരിക്കുന്നത് നീ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവല്ല. ദൈവത്തെ അറിഞ്ഞെന്നുള്ളതിൻ്റെ തെളിവ് സഹോദരനെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അവൻ കള്ളനാണ്. ഇത് പറയുക, കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഇതാ പ്രശ്നം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് വായിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. 3 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുക. 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും. അപ്പോൾ ഈ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 14-ാം അധ്യായത്തിലും കൃപാവരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 12-ൽ എല്ലാ കൃപാവരങ്ങളെയും ഒരുമിച്ച് ചർച്ച ചെയ്തിട്ട് 14-ാം അധ്യായത്തിൽ അന്യഭാഷയെയും പ്രവചനത്തെയും കുറിച്ച് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് എന്താണ് 12:31 പൗലോസ് പറയുക, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ കാണിച്ചു തരാം. അപ്പം വരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മാർഗം, വരങ്ങളെ ശ്രേഷ്ഠമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ 13-ാം അധ്യായത്തിൽ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങളെ അതിശ്രേഷ്ഠം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണ്, വരങ്ങളെക്കാൾ പ്രാധാന്യമാണ്. എന്താണ്? ഞാൻ, 1-ാം വാക്യം, ഞാൻ
മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ, ഞാൻ മനുഷ്യരുടെ ഭാഷകളിലും ദൂതന്മാരുടെ ഭാഷകളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ ശൈലി കടമെടുത്താൽ ഞാൻ അന്യഭാഷകളിൽ സംസാരിച്ചാലും, ഒരു യോഗത്തിന് വന്നാൽ തുടക്കം തൊട്ട് അവസാനിപ്പിക്കുന്നത് വരെ അന്യഭാഷയെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ, അന്യഭാഷയുണ്ട് സ്നേഹമില്ല എങ്കിൽ എൻ്റെ അവസ്ഥ എന്താ? മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര. എന്ന് വെച്ചാൽ അത് രണ്ട് ഇൻസ്ട്രുമെൻസാണ്. മുഴങ്ങുന്ന ചെമ്പ്, ചിലമ്പുന്ന കൈത്താളം. അത് കൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒച്ച ഉണ്ടാകും. നമ്മൾ പലപ്പോഴും ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് സ്നേഹമില്ലാതെ ഉണ്ടാക്കുന്ന ഈ ഒച്ചപ്പാടുകളും വാക്കുകളും അന്യഭാഷയുമൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വെറും ചെമ്പോ കൈത്താളമോ പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് സഭയിലൊരു യോഗത്തിന് വന്നാൽ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കുന്നവനാണ് ഏറ്റവും വലിയ ആത്മീയനെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡ്രമ്മൊക്കെ അല്ലേ ഭയങ്കര ആത്മീകൻ, കാരണം അങ്ങേരല്ലേ ഭയങ്കര ഒച്ച ഉണ്ടാക്കും. തമ്പേറോ ഇൻസ്ട്രുമെൻസൊക്കെ അല്ലേ ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നത്. അതാ പൗലോസ് പറഞ്ഞത്, സ്നേഹമില്ലെങ്കിൽ അവരാ നിന്നെക്കാളും നല്ല വിശ്വാസികൾ. ഇനി 2-ാം വാക്യം, എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും. അപ്പം പ്രവചനവരമുണ്ട്. ആ പ്രവചനവരത്തിലൂടെ സകല മർമ്മങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അറിഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും നിനക്ക് വെളിപ്പെട്ട് കിട്ടിയാലും. അല്ലേ, ചില പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയില്ലേ, ഭയങ്കര വെളിപ്പാടാന്നൊക്കെ പറയില്ലേ? ആയിക്കോട്ടെ, ഭയങ്കര വെളിപ്പാടാ. സകല മർമ്മങ്ങളും സകല ജ്ഞാനവും നീ ഗ്രഹിച്ചാലും. ഇനി ഒന്നാ പറയുക, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറി കടലിലേക്ക് പോകാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പം മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമില്ല. ബിഗ് സീറോ. നമ്മളിങ്ങനെയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? ഭയങ്കര പ്രവചനം. ഏതാ? ആർക്കും വെളിപ്പെടാത്ത ഭയങ്കര വെളിപ്പാടും പ്രവചനമൊക്കെ ഉള്ള ഒരാളെ കണ്ടു. മാത്രമല്ല അങ്ങേരങ്ങോട്ടൊരു വാക്ക് പറയുമ്പോഴേക്കാ പറഞ്ഞതുപോലെ അങ്ങ് സംഭവിക്കുക. മലകൾ പോലും എന്ത് ചെയ്യുന്നു? മാറിപ്പോകുന്നു. അത്രയും വിശ്വാസമൊക്കെ ഉള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവനേക്കാൾ ആത്മീകനായിട്ടുള്ള ആൾ വേറെ ഇല്ലെന്ന്. പക്ഷെ പൗലോസ് പറഞ്ഞു, ഇതൊക്കെ ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെയാണ്, ഇതൊക്കെ വെറും ഷോയാണ്. ഇനി 3-ാം വാക്യം, എനിക്കുള്ളതെല്ലാം ഞാൻ അന്നദാനം ചെയ്താലും. എനിക്കുള്ളതെല്ലാം ഒന്നും എടുത്തു വയ്ക്കാതെ, ഒന്നും ഒഴിവാക്കാതെ മുഴുവൻ ഞാൻ അന്നദാനം ചെയ്താലും, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. നിങ്ങൾ ചോദിക്കും, സ്നേഹമില്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റും? പിന്നെ എന്നൊക്കെ പലപ്പോഴും പലരും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? എന്താണ്, പലതും ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് പരസ്യപ്പെടുത്തി അതിൻ്റെ പേരിൽ വലിയ ആളാകാൻ നോക്കുക, തന്നെത്താൻ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പലതും ചെയ്യുക. കർത്താവ് പറഞ്ഞത് നിൻ്റെ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയരുതെന്ന് കർത്താവ് പറഞ്ഞത്. ഇന്ന് പലരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രസം തോന്നും. കാരണം ഇതങ്ങ് കൊട്ടിഘോഷിക്കുക. ഒരു പ്രയോജനമില്ല സ്നേഹമില്ലെങ്കിൽ. അപ്പം അന്യഭാഷയെക്കാളും പ്രവചനത്തെക്കാളും വിശ്വാസത്തെക്കാളും ദാനം ചെയ്യുന്നതിനേക്കാളും ചാരിറ്റി ചെയ്യുന്നതിനേക്കാളും എല്ലാം വലുത് സ്നേഹമാണ്. അതില്ലെങ്കിൽ ഒന്നുമില്ല. ആ സഭ നിലനിൽക്കില്ല.
ലോകത്തിലൊരു പക്ഷേ മെഗാ ചർച്ചയ്ക്കായിട്ട് നിലനിൽക്കാമായിരിക്കും, പക്ഷെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആ സഭ നിലനിൽക്കില്ല. കർത്താവിൻ്റെ മുമ്പിൽ അത് പ്രയോജനമില്ലാത്തൊരു കൂട്ടമാണ്. ഒറ്റ വാക്യം കൂടെ വായിച്ച നമ്മൾ ഈ പഠനം ഇന്ന് രാത്രിയുടെ അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്ക് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. യേശു നമുക്ക് തന്ന പുതിയ കൽപ്പന എന്താണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എന്നിട്ട് 35-ാം വാക്യത്തിൽ കർത്താവ് പറയുക, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ, അത് അടിവരയിട്ട് മനസ്സിലാക്കണം, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മളെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ഒരൊറ്റ മാർഗമേ കർത്താവ് പറഞ്ഞുള്ളൂ: സ്നേഹം. നിങ്ങളുടെ ഉപദേശ സംഹിതകളെല്ലാം ശരിയാണെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുമെന്നല്ല കർത്താവ് പറഞ്ഞത്. നമ്മളിന്ന് ഉപദേശ വിഷയങ്ങൾക്ക് വേണ്ടി, ഡോക്ടറിൻസിന് വേണ്ടി കടിപിടി കൂടുക. ഡോക്ടറിൻസിന് പ്രാധാന്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം സ്നേഹത്തിനാണ്. കാരണം സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് തിരിച്ചറിയുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്നെന്തുകൊണ്ടാണ് ദൈവസഭയ്ക്ക് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയാതിരിക്കുന്നത്? ഒറ്റ മറുപടിയുള്ളൂ: സ്നേഹമില്ലാത്തതുകൊണ്ട്, നാം സ്നേഹിക്കാത്തതുകൊണ്ട്. ഇന്ന് രാത്രി ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം: ദൈവമേ, ആ സ്നേഹത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ, ആദ്യ സ്നേഹത്തിലേക്ക്. എഫെസോസ് സഭ AD 62 പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു: നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 35ഓളം വർഷങ്ങൾ കഴിഞ്ഞ് കർത്താവ് ആ സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു: നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരൊറ്റ കുറ്റം. 7ഓളം നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ കുറ്റം ഒന്നേ ഉള്ളൂ. പക്ഷേ ആ കുറ്റം എല്ലാ നല്ല കാര്യങ്ങളെയും മറയ്ക്കാൻ പര്യാപ്തമാണ്. നിന്നെ ഞാൻ നീക്കിക്കളയും. 7 നല്ല കാര്യങ്ങളിലൂടെ നിനക്ക് നിലനിൽക്കാനായിട്ട് കഴിയത്തില്ല. അതാ 1 കൊരിന്ത്യത്തിൽ നമ്മൾ പറഞ്ഞത്: എന്തൊക്കെ ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ സഭയുടെ അവസ്ഥ എന്താണ്? ആ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഞാൻ ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു വലിയ പട്ടണത്തിൽ ചെന്നു. ആ പട്ടണത്തിൽ അദ്ദേഹം ഞായറാഴ്ച ഒരു സഭ അന്വേഷിച്ച് കണ്ടുപിടിച്ച അദ്ദേഹം അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ പുള്ളികളുടെ സഭയാണ്, വലിയ ആൾക്കാരുടെ സഭയാണ്. അപ്പോൾ അവരൊക്കെ വലിയ ഹൈഫൈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഇദ്ദേഹം ഒരു സാധാരണ ഒരു പാവം പിടിച്ച ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇദ്ദേഹം വന്നത്. അദ്ദേഹം ആ സഭയിൽ ആരാധിച്ചു. എല്ലാം കഴിഞ്ഞ ഉടനെ ആ സഭയിലെ ശുശ്രൂഷകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു: അടുത്ത ഞായറാഴ്ച വരുന്നതിന് മുമ്പ് നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം, ഈ സഭയിൽ വരുമ്പം ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് വരേണ്ടത് എന്ന് ചോദിച്ച് ആ ഡ്രസ്സ് ഇട്ടിട്ടേ വരാവൂ എന്ന് സഭാ ശുശ്രൂഷകൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ പിഞ്ഞിക്കീറിയ പാവം പിടിച്ച ഡ്രസ്സൊന്നും ഇടരുത്, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരണം എന്ന ശുശ്രൂഷകൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം അടുത്ത ഞായറാഴ്ചയും അതേ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ചെന്നു. സഭായോഗം കഴിഞ്ഞപ്പോൾ ശുശ്രൂഷകൻ വന്നിട്ട് ചോദിച്ചു: ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞല്ലേ കർത്താവിനോട് ചോദിക്കണം എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു: ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം ചോദിച്ചു: കർത്താവ് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ ആ സഭയെ പോകാറില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവില്ലാത്ത സഭ, സ്നേഹിക്കാൻ കഴിയാത്ത സഭ, ഉൾക്കൊള്ളാൻ കഴിയാത്ത സഭ,
മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ കഴിയാത്ത സഭ, അവിടെ കർത്താവില്ല കേട്ടോ. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോഴൊക്കെയും അവിടെ നടുവിൽ ഞാൻ ഉണ്ടെന്നൊക്കെ ശുശ്രൂഷകൻ അലറി വിളിച്ച് പറയുമ്പോഴും കർത്താവ് അതിനകത്തില്ല. ഞാൻ പലപ്പോഴും ദുഃഖത്തോടെ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാൻ ഒരിക്കൽ ആഫ്രിക്കയിലെ കെനിയയിൽ കടന്നുപോയപ്പോൾ, ഞാൻ വരുന്നതിന് തൊട്ടുമുമ്പ് എൻ്റെ അവസാനത്തെ മീറ്റിംഗ് അവിടെ ഒരു ചർച്ചിലാണ്. 3 ദിവസത്തെ ഒരു മീറ്റിങ്ങാണ്. 2 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ശനിയാഴ്ച ഞങ്ങൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പാസ്റ്റർ ഭവനത്തിൽ വിശ്രമിക്കാനായിട്ട് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു പാസ്റ്റർ മോനാണ്. പക്ഷേ അദ്ദേഹം വിശ്വാസത്തിൽ നിന്നൊക്കെ പോയി ചർച്ചിൽ പോകത്തില്ല, മദ്യപാനിയായിട്ട് പിന്മാറ്റത്തിൽ നടക്കുക. ഞാൻ അദ്ദേഹവുമായിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാനും പാസ്റ്ററും കൂടെ ചർച്ചിലേക്ക് പോകുമ്പോൾ ആ സഹോദരൻ ആ കടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ പിന്നെയും വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു ചർച്ചിലേക്ക് വരാൻ പറഞ്ഞു. പുള്ളി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ കുറച്ച് നിർബന്ധിച്ച് തന്നെ അദ്ദേഹത്തെ ഞാൻ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ട് അവസാനം അദ്ദേഹം എൻ്റെ കൂടെ ചർച്ചിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ചർച്ചയിൽ ചെന്ന് സഭായോഗം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം തലയിലൊരു തൊപ്പി വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. സഭായോഗം നടന്നുകൊണ്ടിരിക്കുക. സഭായോഗം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ പോയിട്ട് ഇദ്ദേഹത്തോട് ചെവിയിൽ എന്തോ സംസാരിക്കുന്ന ഞാൻ കണ്ടു. ഈ സംസാരിച്ചു ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല. ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്. അവസാനം സഭായോഗമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, അദ്ദേഹത്തിന് എന്താ പറ്റിയത്, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞതാണ്, ഞങ്ങളുടെ സഭയിൽ തലയിൽ ക്യാപ്പ് വെച്ചിട്ടിരിക്കാനായിട്ട് പറ്റില്ല. ഞാൻ അവനോട് പോയിട്ട് പറഞ്ഞു ആ ക്യാപ്പ് എടുത്ത് മാറ്റാൻ പറഞ്ഞു. അവന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു. ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. കാരണം അവനന്ന് അവിടെ വന്ന് മാന്യമായിട്ടിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ തുടർന്ന് അവനവിടെ വരുമായിരുന്നു. പക്ഷേ ഇനി അവൻ ജീവിതത്തിൽ ആ ചർച്ചയിൽ പോകത്തില്ല. എന്താ കാരണം? ഒരു ക്യാപ്പിൻ്റെ പേരിൽ ആ സഹോദരനെ ഒന്ന് ചേർത്ത് നിർത്താനായിട്ട് സഭയ്ക്ക് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സഭകളെങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ, അവരെ സ്നേഹത്തിൽ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ആ സ്നേഹത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, സഭയ്ക്ക് നിലനിൽപ്പില്ല. കർത്താവിന് പ്രയോജനമില്ലാത്ത ഒരു സഭയായിട്ടത് മാറും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നേഹത്തിൽ നമുക്ക് നിൽക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.